നാരായണീയം ഒരു കൈയിലെടുത്തുകൊണ്ടും മറുകൈയിലുള്ള നറുവെണ്ണ നുകർന്നുകൊണ്ടും തന്നാശ്രിതർക്ക് തുണയായി വിളങ്ങിടുന്ന നാരായണീയ ഗുരുവായൂരപ്പ നമോ നമസ്തേ. എന്നാൽ ജാംബവാന് ഭഗവാൻ തന്റെ സ്വാമിയായ ശ്രീരാമചന്ദ്രന്റെ അവതാരം തന്നെയാണ് എന്ന സത്യം ആദ്യം മനസ്സിലായില്ല. അതുകൊണ്ട് ഭഗവാനുമായിട്ട് യുദ്ധത്തിലേർപ്പെട്ടു എന്നാണ് 4-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഇത് പൃഥ്വി വൃത്തത്തിലാണ് ഈ ഒരു ശ്ലോകം രചിച്ചിരിക്കുന്നത്. ഭവന്തം അവിതർക്കയൻ ഭവന്തം അവിതർക്കയൻ അതിവയാഹ ഭവന്തം അവിതർക്കയൻ അതിവയാഹ സ്വയം ജാംബവാൻ മുകുന്ദ ശരണം ഹി മാം കഹ ഇഹ രോധും ഇതി ആലപൻ രോധും ഇത്യാലപൻ വിഭോ രഘുപതേ ഹരേ ജയ ജയ ഇതി അലം മുഷ്ടിഭിഃ ചിരം തവ സമർച്ചനം വ്യഥിത ഭക്തചൂഡാമണിഃ. ഭക്തചൂഡാമണിഃ പരമഭക്തനായിട്ടുള്ള ശ്രീരാമസ്വാമിയുടെ പരമഭക്തനായിട്ടുള്ള, എന്നാൽ അതിവയാഹ അത്യധികം വൃദ്ധനായ, അതുകൊണ്ട് തന്നെ കണ്ണ് കാണാൻ വയ്യ, പക്ഷെ ശക്തിക്കൊന്നും ഒട്ടും കുറവില്ല. അപ്പൊ കണ്ണ് കാണാൻ വയ്യ എന്നതുകൊണ്ടാണ് ആ ജാംബവാൻ ഭവന്തം അവിതർക്കയൻ, ഭഗവാനെ അങ്ങയെ അവിതർക്കയൻ ഒട്ടും സംശയിച്ചില്ല എന്ന് വെച്ചാൽ അങ്ങ് ഭഗവാന്റെ ആ ശ്രീരാമസ്വാമിയുടെ രൂപാന്തരമാണെന്ന് സംശയിക്കാതെ എന്ന് വെച്ചാൽ മനസ്സിലാവാതെ അവിടെ ജാംബവാനോട് ആ മണി തിരിച്ചു തരാൻ വേണ്ടി, സ്യമന്തക മണി തിരിച്ചു തരാൻ പറഞ്ഞപ്പോൾ സാധ്യമല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇവര് തമ്മിൽ ഒരു പിടിവലി നടക്കുകയാണ്. അങ്ങനെ ആയപ്പോഴാണ് ചോദിക്കുകയാണ് ഈ ജാംബവാൻ, മുകുന്ദ ശരണം, ആ സാക്ഷാൽ മോക്ഷദായകനായിട്ടുള്ള ശ്രീരാമസ്വാമിയെ ശരണം പ്രാപിച്ച് ഹി മാം എന്നെ രോധും തടയുവാൻ, ഇഹ കഹ ഇവിടെ ഈ ഭൂമിയിൽ ആരാണ് ഇത്ര ധൈര്യമുള്ളവൻ, ഇതി സ്വയം ആലപൻ എന്നിങ്ങനെ തന്നെത്താൻ പറഞ്ഞുകൊണ്ട് ഹേ വിഭോ രഘുപതേ ഹരേ ജയ ജയ, അങ്ങനെ ആ യുദ്ധം തുടങ്ങേണ്ടി വരും, അല്ലെങ്കിൽ ഈ വന്നിരിക്കുന്ന ആളുമായിട്ട് ഒരു മുഷ്ടിയുദ്ധത്തിൽ ഏർപ്പെടേണ്ടി വരും എന്നത് കൊണ്ട് അതിനു മുന്നേ ശ്രീരാമസ്വാമിയുടെ ഒരു അനുഗ്രഹം വാങ്ങിക്കുന്ന രീതിയിൽ വിളിക്കുകയാണ്, അല്ലയോ രഘുപതേ ഹരേ ജയ ജയ എന്ന് അവർ അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് അലം ചിരം ധാരാളം വളരെ നേരം മുഷ്ടിഭിഹി തന്റെ മുഷ്ടികളെ കൊണ്ട് സമർച്ചനം, അതായത് ഇവിടെ അർച്ചനം എന്നല്ല, ഭഗവാനുമായിട്ട് മുഷ്ടി യുദ്ധമാണ് ചെയ്തത്. പക്ഷെ അതിനെ ഒരു ഫലിത രൂപത്തിൽ പറയാണ്, മുഷ്ടി കൊണ്ട് നല്ല അർച്ചന കൊടുത്തു ഭഗവാന്, അതാണ് സമർച്ചനം വ്യഥിത. അപ്പൊ ഇവിടെ ആ ഗുഹയിൽ കയറിയ ഭഗവാന് മനസ്സിലായി ഈ ജാംബവാൻ അതെടുത്തു. കാരണം ആ കുട്ടി അവിടെ ഉള്ള കുട്ടി കളിക്കുന്ന കണ്ടു, ജാംബവാന്റെ കുഞ്ഞ് അതെടുത്ത് കളിക്കുന്ന കണ്ടപ്പോൾ അത് തനിക്ക് തിരിച്ചു തരണമെന്നും അതിന്റെ കഥയൊക്കെ പറഞ്ഞു കൊടുത്തപ്പോ തരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ തമ്മിൽ യുദ്ധം നടക്കാൻ ഉള്ള ഒരു സാധ്യത തെളിഞ്ഞപ്പോൾ
രണ്ടുപേരും തമ്മിൽ ഒരു പിടിവലി നടന്ന സമയത്ത് ആ ജാംബവാൻ സ്വയം ഇങ്ങനെ ചോദിക്കുകയാണ്, ആ സാക്ഷാൽ ശ്രീരാമസ്വാമിയെ ശരണം പ്രാപിച്ച എന്നെ തടയാൻ ഈ ഭൂമിയിൽ ആരാണ് ഇത്ര വലിയ ശക്തിമാൻ എന്ന് രണ്ടുപേരും വളരെ നേരമല്ല, സത്യത്തിൽ 28 ദിവസം യുദ്ധം ചെയ്തു എന്നാണ്, ഈ മുഷ്ടി യുദ്ധം നടത്തി എന്നാണ് ഭാഗവതത്തിൽ പറയുന്നത്. അങ്ങനെ അവസാനം താൻ ആരാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കണമെന്ന് നിശ്ചയിച്ച് ഭഗവാൻ നല്ലൊരിടി അങ്ങോട്ട് കൊടുത്തു എന്നാണ്. അങ്ങനെ ഇത്രയും ഊക്കോടെ തന്നെ ഇടിക്കാൻ തന്റെ ശ്രീരാമസ്വാമി അല്ലാതെ മറ്റാർക്കും സാധിക്കില്ല എന്ന് മനസ്സിലായ ജാംബവാൻ അപ്പോഴാണ് തിരിച്ചറിഞ്ഞത് ഇത് ആ ശ്രീരാമസ്വാമിയുടെ മറ്റൊരു രൂപാന്തരമായിട്ടുള്ള സാക്ഷാൽ ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് തന്റെ തെറ്റു മനസ്സിലാക്കി അങ്ങനെ ആ മണിയെ തിരിച്ചു കൊടുത്തു ഭഗവാന് എന്നാണ് പറയുന്നത്. ശ്ലോകം 4. ഭവന്തമവിതർക്കയന്നതിമയാ സ്വയം ജാംബവാൻ മുകുന്ദ ശരണം ഹിമാം കൈഹരോദ്ധുമിത്യാലപൻ വിഭോ രഘുപതേ ഹരേ ജയ ജയേത്യലം മുഷ്ടിഭേ ചിരം തവ സമർച്ചനം വ്യഥിത ഭക്തചൂടാമണി. ഹരിശരണം. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. എല്ലാ മഹാത്മാക്കളെയും സത്തുക്കളെയും ഗുരുജനങ്ങളെയും സ്മരിക്കണം. ഭട്ടതിരിപ്പാടിനെയും വ്യാസഭഗവാനെയും ശ്രീ ഗുരുവായൂരപ്പനെയും നമസ്കരിക്കണം. ഭഗവത്ലീലകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിവിചിത്രവും അതിശ്രേഷ്ഠവും നമ്മളിൽ ഈശ്വരനിൽ ആശ്രയബോധം വളർത്താൻ ഉതകുന്നതുമായിട്ടുള്ളതായ ലീലകളാണ് നമ്മൾ കേൾക്കുന്നത്. ആശ്രയിക്കുന്നവരെ ഭഗവാൻ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്ന തത്വം അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഏതവസരത്തിലും അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ടാവും. 80-ാം ദശകം ശ്ലോകം 4. തൻ്റെ കൂടെ വന്ന എല്ലാവരെയും പുറത്തു നിർത്തി ഏകനായിട്ട് ജാംബവാൻ്റെ ഗുഹയിലേക്ക് പ്രവേശിച്ചു ഭഗവാൻ. മഞ്ഞപ്പട്ടും അതുപോലെ പച്ചപ്പട്ടുകൊണ്ട് പുതച്ചും കിരീടമൊക്കെ ധരിച്ച് നീലവർണ്ണനായിട്ടുള്ളതായ ഭഗവാൻ അതിസുന്ദര രൂപത്തിലാണ് ഗുഹയിലേക്ക് പ്രവേശിച്ചത്. അവിടെ ചിലപ്പോൾ കാണുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കുരയൻകുട്ടി ആ ശ്രേഷ്ഠമായിരിക്കുന്ന സമന്തകം രത്നം വച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കളിപ്പാട്ടം എന്ന തരത്തിലേ ആ കുട്ടിക്കത് മനസ്സിലാക്കാൻ സാധിച്ചുള്ളൂ. നമ്മുടെ ജീവിതത്തിലും സ്വന്തം ജീവിതത്തിൻ്റെ ഗൗരവം മനസ്സിലാവാതെ കണ്ട് അതിട്ട് കളിക്കുന്നതായ ജനങ്ങളെ ഓർമ്മിപ്പിക്കണ പോലെയാണ് അത്. നല്ല ജന്മം കിട്ടിക്കഴിഞ്ഞാൽ ആ ജന്മം ഒരു രത്നം പോലെയാണ്. അതിന് വേണ്ട പോലെ നമ്മൾ സംരക്ഷിക്കണം. എന്നാൽ ആ രത്നം നമ്മളെ രക്ഷിക്കും. ഭഗവാൻ ആ കുട്ടിയുടെ അടുത്ത് പോയി ആ രത്നം ചോദിക്കുന്ന സമയത്ത് ആ കുട്ടി ആദ്യമായിട്ടാണ് വേഷവിധാനത്തോടു കൂടിയിട്ടുള്ളതായ ഒരു രൂപം കാണുന്നത് തന്നെ. മഞ്ഞപ്പട്ടും പച്ചപ്പട്ടും കിരീടമൊക്കെ കണ്ട് അത്ഭുതവും സങ്കടവും ഭയമൊക്കെ കലർന്ന ആ കുട്ടി അവർക്ക് കരഞ്ഞു. ആദ്യമായിട്ടാണല്ലോ കാണുന്നത് ഇങ്ങനൊരു രൂപം. ആ കുട്ടിയുടെ ഭാഗ്യം ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ കരച്ചിൽ കേട്ടുകൊണ്ടാണ് അവിടെ അതിവൃദ്ധനായിരിക്കുന്നതായ ജാംബവാൻ വരുന്നത്. ഇവിടെ പറയുന്നുണ്ട് അതിവയ എന്ന് പറഞ്ഞിട്ടുണ്ട്. 9 അവതാരങ്ങളും കണ്ടിട്ടുള്ളതായ മഹാത്മാവാണ് ഈ ജാംബവാൻ. രാമായണ കഥ നടക്കുന്ന സമയത്തും അദ്ദേഹം പ്രധാനമായൊരു വേഷം എടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള അദ്ദേഹം മഹാത്മാവാണ്, പരമഭക്തനാണ്, പരമശക്തനുമാണ്. പക്ഷേ നോക്കുമ്പോൾ കണ്ണൊക്കെ മിണ്ടൊക്കെ താഴ്ത്തിക്കാൻ നിൽക്കണത് പ്രായത്തിരി ആയിട്ടുണ്ട്.
പക്ഷെ അതിപ്രകാശമുള്ളതായ ഭഗവത് സ്വരൂപത്തിനെ മുമ്പിൽ കണ്ടപ്പോൾ എന്തോ ഒന്ന് നീല നിറത്തിൽ അല്ലെങ്കിൽ പ്രകാശം മുമ്പിൽ നിൽക്കണമെന്ന് കണ്ടിട്ട് അതിനെ ഒന്ന് തള്ളി നോക്കി, പോയില്ല. ശക്തി പ്രയോഗിച്ച് തള്ളി നോക്കി, എന്നിട്ട് മാറുന്നില്ല, രൂപം അവിടെ ഉണ്ട് താനും. അപ്പോൾ മനസ്സിൽ വിചാരിക്കുകയാണ്, ഇത്രയും സുരക്ഷിതമായ ഗുഹയിലേക്ക്, അതും ഭഗവാനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന, സമാധാനത്തോട് ജീവിക്കുന്ന എൻ്റെ ഗുഹയിലേക്ക് ആർക്കാണ് ധൈര്യമായിട്ട് കടന്നു വരാൻ തോന്നിയത്, സാധിച്ചത്? അത്ഭുതമാണത്. ഇതാണ് അദ്ദേഹം ചിന്തിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിലും നമുക്ക് തോന്നാവുന്നതാണ്, എൻ്റെ പ്രിയ ഗുരുവായൂരപ്പനെ ഞാൻ ആശ്രയിക്കുന്നുണ്ട്, പിന്നെ എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ ദുരിതങ്ങളും ദുഃഖങ്ങളും കഷ്ടപ്പാടുകളൊക്കെ വരിക? അധികം നോക്കാതിരിക്കൂ, രക്ഷിക്കാതിരിക്കൂ എന്നുള്ളതായൊരു ചിന്ത പലപ്പോഴും നമ്മുടെ ഉള്ളിലും തോന്നാറുണ്ട്. ഏതായാലും ആ രൂപത്തിനെ തൻ്റെ മുഷ്ടി പ്രയോഗിച്ചുകൊണ്ട് മുഷ്ടിപ്രഹരം തന്നെ ഏൽപ്പിക്കുകയാണ്. തിരിച്ച് ഭഗവാനും കൊടുക്കുന്നുണ്ടെന്ന് വിചാരിച്ചോളൂ. പറയുന്നത്, ഭാഗവതം പറയുന്നത് 28 ദിവസത്തോളം ഉണ്ടായി ഇത്രേ ആ ഒരു ഇടിയർച്ചന, മുഷ്ടി കൊണ്ടുണ്ടായ അർച്ചന എന്ന് തന്നെ പറയാം. അങ്ങനെയാണ് ഭട്ടതിരിപ്പാട് പറഞ്ഞേക്കുന്നത്. കാരണം ഭഗവാന്റെ പ്രത്യേകത, ഭക്തൻ കൊടുക്കുന്നതൊക്കെ ഭക്തിയോട് കൂടിയിട്ടാണ്, സമർപ്പണത്തോട് കൂടിയിട്ടാണെങ്കിൽ അത് ഭഗവാന് സന്തോഷമേ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ മുകുന്ദ ശരണം ഹിമാം ക ഇഹ രോദ്ധും ഇതി ആലവെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ആ സമയത്ത് ആ പ്രഹരം ഏൽപ്പിക്കുമ്പോഴും തൻ്റെ പ്രിയപ്പെട്ട രാമനെ കാണണം എന്നുള്ള മോഹമുണ്ട്. രാമഭക്തി അതിയായിട്ടുണ്ട് ജാമ്പവാന്. അതുകൊണ്ട് വിഭോ രഘുപതി ഹരേ ജയ ജയ, ഇതാണ് മന്ത്രം. ഒരു രസത്തിന് പറയുകയാണെന്ന് വെച്ചാൽ, അടിക്കുമ്പോഴും ഇടിക്കുമ്പോഴും കൂടി മന്ത്രം പ്രയോഗിക്കുകയാണെങ്കിൽ, ഈ മന്ത്രം പ്രയോഗിക്കുകയാണെങ്കിൽ അടിക്കുന്നാലും അടി കൊള്ളുന്നാലും നന്നാവും. പലപ്പോഴും പറയും, അമ്മയോ അച്ഛനോ ആരായാലും വിരോധത്തിലെ ഗുരുവായാലും ശിഷ്യനെയോ മക്കളെയോ വന്ന് തല്ലണ്ടി വന്നാൽ, ആ തല്ലുമ്പോഴും ഈ മന്ത്രം ചൊല്ലി തല്ലിക്കഴിഞ്ഞാൽ തല്ലുന്നാളും നന്നാവും, തല്ലുകൊള്ളുന്നാളും നന്നാവും. നല്ലൊരു മന്ത്രമാണത്. വിഭോ രഘുപതി ഹരേ ജയ ജയ. എന്താ പറയണത്? ഭഗവാൻ ജയിക്കട്ടെ, ഭഗവാൻ ജയിക്കട്ടെ, ഭഗവാൻ ജയിക്കട്ടെ. അതാണ് ആ മന്ത്രത്തിൻ്റെ പ്രത്യേകത. അങ്ങനെ 28 ദിവസത്തോളം ആ ഒരു ഇടിയാർച്ചന നടന്നു. ഇടയ്ക്കൊന്ന് ഇങ്ങോട്ടും കൊടുത്തിരുന്നു. ഭക്ത ചൂടാമണി എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് അവിടെ. ശ്രേഷ്ഠനായ ഭക്തനാണ് അദ്ദേഹം, സർവം സമർപ്പിച്ച ആളാണ്. മാത്രമല്ല ബ്രഹ്മപുത്രനാണ്. ജംബൂദ്വീപിൽ ആദ്യമായിട്ടുണ്ടായതെന്ന് വേണമെങ്കിൽ പറയാം, ജാംബവാൻ എന്ന് പറയുമ്പോൾ. ആ ശ്രേഷ്ഠ ഭക്തനാണ് ഈ ഒരു ഇടിയാർച്ചന ഭഗവാന് സമർപ്പിക്കുന്നത്. അത് വളരെ ഭക്തവാത്സല്യത്തോടു കൂടി തന്നെ ഭഗവാൻ സ്വീകരിച്ചു. 28 ദിവസം ആയപ്പോഴത്തേക്കും ഭഗവാൻ തിരിച്ച് 2 മുഷ്ടിപ്രഹാരം നടത്തിയെന്ന് വേണം വിചാരിക്കാൻ. അതോടുകൂടി ക്ഷീണിച്ചവശനായിട്ട് വീഴുകയാണ് ജാമ്പവാൻ. തൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ മുഷ്ടിപ്രഹാരം ഏൽപ്പിച്ച് തന്നെ വീഴ്ത്തിയതായിട്ട് ആരും ഉണ്ടായിട്ടില്ല. അപ്പം ഇത് സാധാരണനായ ഒരു വ്യക്തി ആയിരിക്കണം, അതല്ലെങ്കിൽ തൻ്റെ രാമൻ തന്നെയായിരിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട്, രാമനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തന്നെ തൻ്റെ കണ്ണിൻ്റെ കണ്ണ് മിഴിക്കുകയാണ്. കൈകൊണ്ട് അതിനെ തുറന്ന് നോക്കുമ്പോൾ അവിടെ കാണുന്നത് കോദണ്ഡധാരിയായിരിക്കുന്ന രാമനെയാണ്. അതിസന്തോഷത്തോടെ നമസ്കരിച്ച് പിന്നെ നോക്കുമ്പോൾ രാമനെ കാണാനില്ല. അവിടെ ശ്രീകൃഷ്ണനെ കാണുന്നത്. അമ്പമില്ലൊന്നുമില്ല, പ്രസന്നനായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ രൂപം ഏതാണ്ട് രാമനോട് സാമ്യമുള്ളതാണ് താനും. അപ്പോൾ എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ അതാ രസകരമായത്. ചോദിക്കുന്നുണ്ട്, അങ്ങ് ആരാണ്?
ഇപ്പം പറയുന്നുണ്ട്, ഞാൻ ത്രേതായുഗത്തിലെ രാമനും ദ്വാപരത്തിലെ ശ്രീകൃഷ്ണനും ആണ്. അന്ന് രാമാവതാരത്തിൽ അങ്ങേക്ക് തന്ന വാക്ക് പാലിക്കാൻ വേണ്ടി ഞാൻ വന്നതാണ്. അപ്പോൾ ആ ഒരു ബാഹുയുദ്ധം അല്ലെങ്കിൽ ദ്വന്ദ്വയുദ്ധം വേണമെന്ന് ആഗ്രഹിച്ചു, നടന്നു. അതൊക്കെ ഞാൻ സ്വീകരിച്ചിരിക്കണു, അനുഗ്രഹിച്ചിരിക്കണു ജാമ്പവാൻ, സന്തോഷമായില്ലേ എന്ന് പറഞ്ഞ് തൃക്കൈകളെ കൊണ്ടുവന്ന് തലോടി. അതോടുകൂടി ജാമ്പവാൻ്റെ എല്ലാ അസ്വസ്ഥതകളും അവശതകളും ക്ഷീണങ്ങളും മറ്റുള്ളതായ എല്ലാ അവശതകളും ഇല്ലാതായി പൂർവാധികം ഉത്സാഹിയായിട്ട് തീർന്നു. സന്തോഷമായി ജാമ്പവാന്. ആ ഒരു അവസരത്തിൽ നമുക്ക് സന്തോഷിക്കാം, ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട്. ഹരിശരണം.